മുക്കം നഗരസഭയെയും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തെയ്യത്തുംകടവ് റോഡ് നവീകരണത്തിലെ മെല്ലെപ്പോക്ക് മൂലം ദുരിതത്തിലായ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് CK കാസിം MLA സ്ഥലം സന്ദർശിച്ചു. 2 മണിക്കൂറോളം സ്ഥലത്ത് ചെലവഴിച്ച MLA പ്രവൃത്തി വേഗത്തിൽ തീർക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. 10 മാസം പിന്നിട്ടിട്ടും നവീകരണം പാതിവഴിയിൽ കിടക്കുന്ന 750 മീറ്റർ തെയ്യത്തുംകടവ് കൊടിയത്തൂർ റോഡ് നവീകരണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ദുരിതയാത്രയ്ക്ക് അറുതി വരുത്താൻ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് CK കാസിം MLA. സ്ഥലം സന്ദർശിച്ച MLA ഉദ്യോഗസ്ഥരുമായും കരാറുകാരനുമായും കൂടിക്കാഴ്ച നടത്തുകയും ആവശ്യമായ നടപടികൾ അപ്പോൾ തന്നെ കൈക്കൊള്ളുകയും ചെയ്തു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കും പരാതികൾക്കും MLA പരിഹാരവും കണ്ടെത്തി. ഓവുചാലുകൾ നവീകരിച്ച് വെള്ളം പുഴയിലേക്ക് ഒഴുകാനും സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും മറ്റും കോൺക്രീറ്റ് നടപ്പാത, ഭിത്തി നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റോഡ് നവീകരണം പൂർത്തിയാക്കുന്നതിൽ തടസ്സമായ പൈപ്പുകളുടെയും ഇലക്ട്രിക് പോസ്റ്റുകളുടെയും കാര്യത്തിൽ ഉടനെ പരിഹാരമുണ്ടാവണമെന്ന് ബന്ധപ്പെട്ടവരുമായി ഫോണിൽ ആവശ്യപ്പെട്ടു. ജൽജീവൻ അധികൃതരുമായും MLA സംസാരിച്ചു. പാതയോരത്തെ ഭിത്തി കെട്ടുന്നതിൽ ഇനി താമസമുണ്ടാവരുതെന്നും മഴക്കാലമായാൽ ദുരിതമേറുമെന്നും MLA അധികൃതരെ അറിയിച്ചു. 4 കോടിയോളം രൂപ ചെലവിൽ നടക്കുന്ന 750 മീറ്റർ പ്രവൃത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും എങ്ങുമെത്താതെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിലാണ് MLA നേരിട്ടെത്തി നടപടികൾ സ്വീകരിച്ചത്. ഇക്കഴിഞ്ഞ നവംബർ 8-ന് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസാണ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ റോഡ് പ്രവൃത്തി നിന്നു. പണി പെട്ടെന്ന് നിർത്തിവെച്ചത് പ്രദേശത്തെ വീട്ടുകാരെയും യാത്രക്കാരെയും ഏറെ ദുരിതത്തിലാക്കിയിരുന്നു. റോഡ് വീതി കൂട്ടുന്നതിനായി പൊളിച്ചിട്ട വീടിൻ്റെ ചുറ്റുമതിൽ കെട്ടാനൊരുങ്ങി വീട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയതോടെ പ്രവൃത്തി പുനരാരംഭിച്ചെങ്കിലും ഇപ്പോഴും ഇഴഞ്ഞാണ് നീങ്ങുന്നത്. 36.79 കോടി രൂപ ചെലവിൽ നവീകരണം നടക്കുന്ന മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡിൻ്റെ മധ്യഭാഗത്താണ് 900 മീറ്റർ റോഡ് ശോച്യാവസ്ഥയിൽ തുടരുന്നത്. സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം തീരാത്തതിനാൽ തെയ്യത്തുകടവ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T കവിത, വൈസ് പ്രസിഡന്റ് സുജാ ടോം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P അഹമ്മദ് കുട്ടി, ആയിഷ ചേലപ്പുറത്ത്, കസ്ന ഹമീദ്, പഞ്ചായത്ത് അംഗങ്ങളായ SA നാസർ, TP ഷറഫുദ്ദീൻ, MP ജുമൈല, മുഹമ്മദ് യൂസഫ് തുടങ്ങിയവരും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK മിഥുൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ഷാനു, അസിസ്റ്റന്റ് എഞ്ചിനീയർ അബ്ദുൽ വഹാബ്, പ്രൊജക്ട് എഞ്ചിനീയർ ശരത് ശിവൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. MLAയുടെ സന്ദർശനത്തിൽ നാട്ടുകാർ വലിയ പ്രതീക്ഷയിലാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, മുക്കം.